ഹലോ ഗൈസ്, പൊടിക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. നമ്മുടെ വണ്ടിയൊക്കെ പുതിയ പണിഞ്ഞതിന് ശേഷം ഇതാണ് നമ്മുടെ വണ്ടിയുടെ കോലം ഗൈസ്. സൂപ്പർ അടിക്കുന്നുണ്ടല്ലേ ഗൈസ്, എന്നെ ഇഷ്ടപ്പെട്ട വണ്ടിക്ക് ചേർന്നൊരു ഡിസൈൻ ഗൈസ്. എന്ന് വെച്ചാൽ 18,000 രൂപ ഉടക്കി ഗൈസ്. അടിക്കണേ നല്ല ആശ, പക്ഷെ ചെയ്യാനും നല്ല ഇഷ്ടമാണ് ഗൈസ്. വെച്ചാൽ നമുക്ക് ഡ്രിഫ്റ്റൊക്കെ അടിച്ച് നമ്മൾ ഏതാണ് ഗൈസ്, ഏത് റൂട്ടാണ് ഇവിടെ ആദ്യം കുറച്ച് ആളെ ഗൈസ് വന്നിട്ട് നമ്മൾ കണ്ടോ. നമ്മുടെ ഇങ്ങനെ വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ള BMW എടുക്കുമ്പോൾ പിന്നെ പറയണ്ടല്ലോ. പക്ഷേ എനിക്കൊരു ഇതാണ് മേടിക്കേണ്ടത്, അലോവീലല്ലല്ലോ, അലോവീൽ കിടക്കുന്നത് കിടക്കട്ടെ. നല്ല റൂട്ടുണ്ട് എൻ്റെ ഓണർ പിടിച്ചാൻ. ഇവിടുത്തെ വണ്ടികൾ ഏതൊക്കെയാണെന്നറിയോ? നമ്മുടെ ബെൻസ്, ജീവാഗണില്ല കേട്ടോ, റൂട്ടുണ്ടാ ഇതൊക്കെ വേണ്ടി. അത് വണ്ടിക്കകത്ത് ഇറങ്ങാൻ പറ്റുവാണെങ്കിൽ നല്ല ഗൈസ്. നമ്മൾ ഗെയിമിനെ കുറ്റം പറയാനല്ലോ ഗൈസ് ഗെയിമിൽ കയറിയേക്കുന്നത്. എൻ്റെ മോനെ ഗൈസ്, പാട്ടുണ്ട്. നമുക്കിങ്ങനെ എനർജി കിട്ടുന്ന എന്തെങ്കിലും പരിപാടി ഉണ്ടായി നമ്മളത് ഇപ്പോൾ ഡെയിലി ഇങ്ങനെ വീഡിയോ ഇടാമെന്നാണ് എൻ്റെ പ്ലാൻ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഷോർട്ട് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഗൈസ്. അല്ല ഞാൻ എല്ലാം ഉൾപ്പെടുത്താൻ പറയുന്നത്. ടയറൊന്നും തീരാറായി, എടുത്താൽ കൊടുത്തേക്കാം. പിന്നെ ന്യൂട്രലിട്ടർ പൊട്ടിക്കല്ലേ. ഓക്കെ റീപ്ലേസ് അടിച്ച് വെച്ചേക്കാം. നമ്മൾക്ക് വണ്ടിക്ക് കുറച്ച് പണികളാണ്. നമുക്ക് എന്തായാലും ചുമ്മാ ഇരിക്കല്ലേ, ഒരു ഡെലിവറി എടുത്തേക്കാം. എത്ര കിലോമീറ്റർ? 5 കിലോമീറ്റർ. അത്രയേ ഉള്ളൂ. ഇപ്പം ചടപടയെന്ന് തീർത്ത് തരും. വി ആർ ഔട്ട് സെറ്റ് ഓഫ് ടയേഴ്സ്. അമ്മ ഈ വണ്ടി ഓടിക്കുമ്പോൾ ഒരു എനർജി കിട്ടും ഗൈസ്. അത്രയ്ക്കും കിടില വണ്ടിയാണ് ഗൈസ്. നമ്മൾ സ്വന്തമായിട്ടൊരു വണ്ടി ഗെയിമിനകത്ത് അങ്ങനെ എനിക്ക് ലക്ഷറി വണ്ടികളൊന്നുമില്ല ഗൈസ്. ആ ഗെയിം ഓടിച്ച് കളിക്കുന്ന വെച്ചാൽ കുറച്ച് പവർ കൂടിയത്. ഈ വണ്ടി മേടിക്കുന്നതിന് മുമ്പ് എനിക്ക് പവറുള്ള വണ്ടിയെന്ന് വെച്ചാൽ ഇല്ല. ഇവിടെ ഈ റൂട്ട് മാറി ഗൈസ്, മാറിയെന്നാണ് എൻ്റെ മനസ്സ് പറയും. ഈ റൂട്ട് മാറി ഗൈസ്. ഭയങ്കര നല്ല രസമുള്ള റൂട്ടായി. അപ്പോൾ ശരിക്ക് ഇതിലൊക്കെ കൺഫ്യൂഷൻ അടിക്കും ഗൈസ്. അങ്ങോന്ന് അടിച്ച് തരണമെങ്കിൽ ഈ പഠിച്ചാൽ പഠിച്ചില്ലെങ്കിൽ തോറ്റ് വളർന്ന കേസല്ല ഗൈസ്. നേരത്തെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഇവിടെ നല്ല മരങ്ങൾ വെച്ച് ഗൈസ്. ഈ മരങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഗൈസ്. നീ നിന്ന് പാർത്ത് കള്ളേ കയ്യിലെ കൊലുസുന്ന കാളെ പോത്താ. പക്ഷേ ഈ വണ്ടി ഓടിക്കാനല്ലേ ഞാൻ ഏത് ഇയറിലുള്ള നിങ്ങൾ പോകുന്നതെന്ന് കൂടെ നോക്കണേ. വണ്ടി 5th ഇയർ. ഈ വണ്ടിക്ക് മാക്സ് ഒരു 5th ഇയർ ഒരു 200 വരെ അടിക്കാൻ പറ്റും സ്പീഡിനോടെ. കയ്യിലെ കൊല്ലിച്ചമ്മേ എന്തിൻ്റെ സൂക്കേടായി. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. എൻ്റെ പൊന്ന് വയസ്സ് ഇതേപോലെ വൈബ് സ്ഥലമൊക്കെ ഒന്ന് വേണം. നമ്മുടെ GTA ഇങ്ങനത്തെ സ്ഥലം ഉണ്ടെന്നാണ് ഒരു ഫ്രാങ്ക് വേറൊരു യൂട്യൂബർ ഉണ്ട്. ആ യൂട്യൂബർ ഇതേപോലത്തെ ഒരു ജീപ്പ് വെച്ച് ഷിൻജാൻ്റെ അച്ഛനല്ല ഗ്രാൻഡ് ഫാദർ അയാൾ മറ്റേ ടെസ്റ്റ് എടുത്തവരുടെ അങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടി ഒരു ജീപ്പ് റാഗിള പിഞ്ചാനും കൂടെ വന്നു. ഫ്രണ്ട് ലുക്ക് ഓൾവേസ് നഞ്ചുൻ്റെ മൂതുക്കിൽ എൻ്റെ മോനെ ഗൈസ്. നമ്മളിവിടെ നോക്കിക്കാനല്ലട ഇറങ്ങാൻ വന്നു. കയ്യിലെ കൊലിച്ചെന്ന് കാളെ എൻ്റെ പൊന്നേസ്.
നമുക്കിനി ഇവിടെ നോക്കണ്ട. നോക്കി ഇന്ന് അടുത്ത വെള്ളത്തിൽ പോകുന്ന എപ്പോഴാണെന്ന് മനസ്സിലാകത്തില്ല. വണ്ടി എടുത്ത് പറപ്പിക്കാൻ കഴിയും. അത് ശ്രീയാന, അത് പ്രിയാന, കേശിൽ മുണകത് കാട്ടിൽ. അല്ല പുട്ടടി 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 പുട്ട് അടി പുട്ടടി. എൻ്റെ ന്യൂപ്പ് സോക്കാൻ റൈസ് കയ്യിലെ കൊലിസെന്ന് ഞാൻ ആ പാട്ട് പാടുന്നു. കാളെന്ന് എൻ്റെ വായിൽ നിന്ന് തരത്തുള്ളൂ. എൻ്റെ മോനേസ് ഇവിടുന്ന് ഇച്ചിരി ഒന്ന് ചാടിപ്പോയാൽ മതി. പക്ഷേ ഇവിടെ മലയാണ്. ഹൈലറ്റ്സ് വല്ലതും ഉണ്ട് കേസ്. അരിച്ചാണ് പോവാ. എന്തിനായി നമ്മൾ ടാസ്ക് എടുക്കുന്നത്? ആ റോട്ടിൽ കൂടെ പോയാൽ ഇത് പോരെ. ഇത് റോഡും അല്ലെന്നും പറയാം, കറക്റ്റ് സിമെൻറ്റും കൂടെ ഉണ്ടാക്കിയ സാധനമൊന്നും പറയത്തില്ല. അങ്ങനത്തെ റോഡായി ഇത്. ഇവിടെ ഒന്നും വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല ഗൈസ്. ഇവിടെ എല്ലാം സെയിമാണ്. ഇവിടെ എല്ലാം സെയിം ഗൈസ്. ഇവിടെ ഒന്നും അയാൾ ചെയ്യാത്ത ഭാഗ്യമേ പടത്തറബേ. അതാണ് എൻ്റെ ഭാഗ്യം. ഈ വണ്ടിക്ക് കുറേ ഫാൻസ് ഉണ്ട് ഗൈസ്. ഈ BMW M3ക്ക് അതിൻ്റെ അമ്മ ഇല്ലാത്ത ഫാൻസൊക്കെ എവിടെ നിന്നാണ് ഒഴുകിയിട്ട്. BMW M2ക്ക് നല്ല ഫാൻസ് ഉണ്ട് ഗൈസ്. M2 ഇറങ്ങി കഴിഞ്ഞാണ്. അതിന് മുമ്പ് M3 ആണ് ഗൈസ് ഇറങ്ങിയത്. ഈ BMW ഇറങ്ങി എനിക്കത്ര അറിയത്തില്ല. ഇത് ഇങ്ങനെ വിൻറ്റേജ് മോഡലാണ് ഈ M3. M2നെ പോലില്ല. M2 M4 നോക്കണ്ട, അത് കുറച്ച് റിച്ച് സെല്ല. BMW വണ്ടി കുറച്ച് റിച്ചാ, പക്ഷെ ഇത് കുറച്ച് വിൻറ്റേജാ. ഈ വണ്ടി മാത്രം BMW ഏറ്റവും വിൻറ്റേജ് വണ്ടി. നെക്സോണൊക്കെ പറയാനുണ്ടോ ഉമ്മേ. മെസ്സി ഗോൾ അടിച്ചു, പക്ഷേ കാര്യമില്ല. ഇതിലൂടെ പോയി മിസ്. ലിയാണിന് പുറത്ത് അത് നല്ലതിനുള്ള പോക്കല്ല. വണ്ടി ഓടിച്ചെടുക്കുന്നതായിരിക്കും എൻ്റെ നല്ലത്. റൂട്ട് കയറ്റിയാലും കുഴപ്പമില്ല. ഇവിടുന്ന് കയറാൻ പറ്റും. റൂട്ടിന് കുഴപ്പമില്ല. ഇവിടുന്ന് കയറാൻ പറ്റുമല്ലോ അല്ലേ? അല്ലേ തേഞ്ഞും ഗൈസ്. എൻ്റെ ഓടിച്ച് കളിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ ഗൈസ്. എൻ്റെ മോനെ മോഡിഫൈഡ് വണ്ടി ഗൈസ്. എൻ്റെ ഈ കളർ കൊള്ളാമല്ലേ ഗൈസ് വണ്ടിക്ക് തന്നെ. എൻ്റെ ഓണം എന്ത് നല്ലൊരു കില്ലടി തന്നെ. ഈ BMW പ്രാന്തന്മാർ സ്കൂളിൽ ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ്. അവന്മാർക്ക് ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ അവന്മാർക്ക് ഇതൊക്കെ ഈ വണ്ടി അവന്മാർ കാണുന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ അവന്മാർ പറയുവാണെങ്കിൽ മാത്രം ഞാൻ BMW ടെസ്റ്റ് ചെയ്യും കേസ്. ഞാൻ സ്കൂളിൽ ചെന്ന് ചോദിക്കട്ടെ. എന്നിട്ട് ഞാൻ ഇപ്പം പോകാൻ പറ്റത്തില്ല, ഇപ്പം രാത്രിയാണ്. ഇപ്പം ഞായറാഴ്ചയല്ല, ഇന്ന് ഫ്രൈഡേ സാറ്റർഡേ സൺഡേ നല്ല മഴ. ഇവിടെയൊക്കെ നല്ല റൂട്ട് വെച്ച് ബുർജ് ഖലീഫ റോലില്ലേ. ഇതൊരു ഇന്ത്യൻ ബൈബില്ലെങ്കിൽ വേറൊരു ബൈബിൾ എന്ത് പറയോ അച്ഛനെ സിസ്തൂറിന് പോവോ. എൻ്റെ ചേട്ടായിൻ്റെ വണ്ടി വരെ നന്നാക്കി ചെന്ന് കയറി തരുമോ. എന്തോ വണ്ടിൻ്റെ കൺട്രോൾ പോയത്. പക്ഷേ 5th ഗിയർ വരെ പോവും. എൻ്റെ ചേട്ടായിൻ്റെ വണ്ടി വരെ 5th ഗിയർ പോകത്തുള്ളൂ. പക്ഷേ ഞാൻ വണ്ടി കുറച്ച് സ്പീഡ് ഇട്ടേക്കാം. വണ്ടി ഓടിക്കാൻ നല്ല രസമാണ് കേട്ടോ, പറപ്പിക്കാൻ. ഞാൻ റേഞ്ച് റോവർ നല്ലതിനല്ല. ഇപ്പോഴേ അങ്ങ് ബ്രേക്ക് പിടിച്ച പോയി. അല്ലെ അവിടെ ചെല്ലുമ്പോൾ ബ്രേക്ക് പിടിക്കുമ്പോൾ നേരെ തോട്ടിക്കിടാം. പുറത്ത് കളി എന്നെ എടുത്ത് കാലിലെ കൊലിസ് ഉമ്മച്ച് ഇങ്ങനെ ഇരിഞ്ഞു പോകും ഗൈസ്. ഉമ്മാർ വന്ന് ഇടിക്കണമെങ്കിൽ അതൊക്കെ വേണം ഗൈസ്. ഈ കാട്ടിൽ കൂടെ കയറി പോവാം. ഉമ്മാരെന്നെ കാട്ടിലോട്ടാക്കും ഗൈസ്. നമ്മൾ പെട്ടെന്ന് എല്ലാം നടക്കണമെന്ന് ഒരാഗ്രഹമില്ല. നമ്മൾ പതിയെല്ലാം സൂക്ഷിച്ചു പോകും ഗൈസ്. തട്ടല്ലേ
ചെറുക്കാ എങ്ങനെയൊക്കെ കൊണ്ടുപോകണേ സ്വന്തം മോനെ പോലെ കൊണ്ടുപോകണം മോനില്ലോട് അത് ഞാൻ ചുമ്മാ ഒരു തള്ളിന് വേണ്ടി പറഞ്ഞു. ഇവിടുന്ന് ബ്രേക്ക് പിടിച്ചുണ്ട് എൻ്റെ അവിടെ ചെല്ല ബ്രേക്ക് ഇടത്തില്ല. ഹിരച്ച് നിനക്ക് വേണേ പോ. ഇവിടെ 80 പോകും പാടില്ല നമ്മൾ. അയ്യോ കൂടെ ഇപ്പം 80 വരെ പോയി. താഴോട്ട് കുറയാൻ പാടില്ല, കൂടാനും പാടില്ല. തോന്നിയുമോ കുറഞ്ഞാൽ കുഴപ്പമില്ലേ. കല്യാണിയിൽ നിന്ന് പുറത്ത് കളി എന്നെ കാലിൻ്റെ കൊലിസിന് കാലാക്കി. അടുത്ത പാട്ട് പാടാം. ഞങ്ങൾക്കിപ്പോൾ എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടേ, അത് ബാങ്ക് വിളിക്കുന്ന കേട്ടോ. എൻ്റെ അടുത്തുള്ള പള്ളിയിലല്ല, ഒരു പാല കഴിഞ്ഞു. നിങ്ങൾ ആരെയും തൂക്കോർത്ത് താമസിക്കുന്നുണ്ടോ? ഇടുക്കി അങ്ങനെ വല്ല വന്നിട്ടുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഷോർട്ട് എല്ലാം കമൻറ്റ് ചെയ്യാം മതി. എൻ്റെ അമ്മ ഗൈസ് 2 മണിക്കൂർ പിടിച്ചോ ഇത് കൊണ്ടുവിടാൻ. അത്രയും പേടി ഗൈസ് ഞാൻ വന്ന് വണ്ടി അടിച്ചപ്പോഴത്തേ എൻ്റെ മനസ്സുള്ളു പറയും. അടുത്ത വണ്ടി ഏതായിരിക്കും കിട്ടത്? പോളോ ഈ വണ്ടി എവിടെയാണ്? കേട്ടോ ഓക്കെ 4.2 കിലോമീറ്റർ വെച്ചേ എനിക്ക് പോകാം. എൻ്റെ വണ്ടിൻ്റെ പെട്രോൾ ₹100. ഓരോരോ തനിക്ക് വിളിവില്ലാത്ത ഇളവൊന്നും ഇല്ലാത്തതല്ല, ഇങ്ങനെയൊക്കെ പോകാൻ നല്ല രസമുണ്ട്. ഈ റോഡ് കയറിയേസ് വെച്ച് വണ്ടി പറപ്പിക്കാൻ. എൻ്റെ മോനേസ് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമേ ഈ ഗെയിം കയറാറുള്ളൂ. അല്ലാതെ ഞാൻ കളിക്കാറില്ല. അല്ലാത്ത എല്ലാ സമയം ഞാൻ റോബ്ലോക്സില്ലാത്ത കുത്തി വണ്ടി നല്ല അയാളുടെ തോട്ടിപ്പോയില്ലെന്ന് മാത്രം പറയാം. കുഴപ്പമില്ലേ, സ്പീഡ് അതൊരു മൂടില്ലേ, സ്പീഡ് ഒന്നില്ലേ, നല്ല സ്പീഡ് വന്നേ. ഇറക്കം ഉണ്ടല്ലോ. ഞാനീ നിന്ന് പുറത്ത് കള്ളി കല്ലിയും കാട്ടി നീലി മിണ്ടി പോലെ നീ ചെന്നെ നല്ല വണ്ടി കൺട്രോൾ കിട്ടി. എൻ്റെ വണ്ടി എന്നെ ജ്യൂസി പടച്ചോനെ കാത്ത് നമ്മൾ കാത്തോള. അടുത്ത് ഇവിടെ വാങ്ങുള്ള ചേസ് വണ്ടി പോകത്തില്ലേ. പവർ കിട്ടേ നേരത്തെ എൻ്റെ ഹാൻഡ് ബ്രേക്ക് അവിടെ പോയതാണ്. നമ്മളിവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്, എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. എന്തോ മാങ്ങ ചക്കയും കൂടെ. എൻ്റെ മോനെ ഇതിലേ കൂടെ വണ്ടി ഓടിച്ചു ആർക്കാണ് മടി. പോന്നെ ബീവേടിക്കൊണ്ടിരുന്നു. ഇവിടെ എഴുതി ആടിയപ്പോഴേ പക്ഷെ ഒരു കുഴപ്പമില്ല. നമ്മളിപ്പോൾ ചാടാൻ പോകുന്നു അങ്ങോട്ട്. കയ്യിലെ കൊലുസെന്ന് കാലത്തിലാക്കി എങ്ങനെ നമ്മൾ എക്സ്പോർട്സ് ഡ്രൈവറാണ്. ഏത് കാട്ടിക്കൂടെ ഓടിക്കും നമ്മൾ, അതാണ് നമ്മുടെ ബുദ്ധി. നമ്മുടെ ഏരിയ മെസഡീസ് ആണെങ്കിൽ ഇല്ലേ, മെസഡീസ് പോലെ പറപ്പിക്കാനോ എനിക്കറിയാം ഗൈസ്. ചെറുക്കാ എനിക്ക് തോന്നിയ പോലെ കാണിക്കാനല്ലേ ഞാൻ ഇതിൻ്റെ ഇങ്ങോട്ട് കൊടുത്തത്. നല്ല പ്രകൃതി ഗൈസ്. അയ്യോ ബീവടി കണ്ടോ ആൾട്ടോ മോനെ കളിക്കണ്ട. ഞാനില്ലേ മാർക്കോനെ അടുത്ത് വിട്ട് യുദ്ധഭൂമിയെ രക്ഷയായി നിന്നാൻ അറിയത്തില്ലേ.
നല്ല ചുമയൊന്നും അത്ര ഇല്ലെങ്കിലും നിങ്ങൾക്കിടയിലേ ഉണ്ട്. ഇപ്പം ഇവിടെ ഇടുക്കിയിലൊക്കെ എൻ്റെ വീട് നല്ല സ്ട്രെയിറ്റ് റോഡാണ്. വണ്ടിക്കൊക്കെ സ്ട്രെയിറ്റ് ഇങ്ങനെ നമ്മൾ ഇതേപോലത്തെ ഹൈവേ പോലത്തല്ല, ഇങ്ങനെ കയറ്റമില്ല സിയോന്ന് അങ്ങനെ കയറുന്നു. നല്ല കല്ല് ഒരു പ്രാവശ്യം അടിച്ചോത്ത് വേണം. ഒരു അകത്തൊരു 4 സ്റ്റിച്ച്, പുറത്തൊരു 2 സ്റ്റിച്ച്, അങ്ങനെയാണ് ഒന്ന്. അതിൽ ആ സ്റ്റിച്ച് ഇപ്പോഴും ഇരിപ്പുണ്ട്. 5 സ്റ്റിച്ച് 4 സ്റ്റിച്ച് ഇപ്പം അകത്തിരിപ്പുണ്ട്. ഒരു കിൻഡറിട്ട് ഞാൻ നൈസ് മാച്ച്. യാതൊരു പ്രോബ്ലം ഇല്ലാത്ത അമ്മേ. ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഈ വണ്ടി എടുത്തപ്പോൾ ആണ്ട് ഇവിടെ വന്നതാണ് വയസ്സ്. ഓർമ്മയില്ലേ? എനിക്കത് ഓർമ്മയുണ്ട് വയസ്സ്. ഈ റൂട്ടല്ലേ വയസ്സ്? ആ അതെ, ആ സെയിം വണ്ടി തന്നെ. പോവാം ഗൈസ്. അയ്യോ ആ ലുക്ക് ഉണ്ടെന്ന് വെച്ചാൽ ചെറുതായിട്ടുണ്ട് ഗൈസ്. മോനെ ഈ വണ്ടി അത് നന്നായിട്ട് അപ്ഗ്രേഡ് ചെയ്യും കേട്ടോ, മനസ്സിലായി? ആ ഡോഡ്ജ് ചലഞ്ചറാണ് എടുക്കും. മസ്താങ്കോ ഇതിലേതെങ്കിലും ഫാൻസ് ഉള്ളാണ്ട് ഗൈസ്. പവർ നോക്കണ്ട, അത് ഇച്ചിരി മതി. ഈ സൂപ്പറിനോട് ഭയങ്കര ഇഷ്ടമാണ്. സൂപ്പർ MK5 MK4 എനിക്ക് അത്ര ഇഷ്ടമില്ല ഗൈസ്. സമയം പോവാം. സെറ്റ് ഗൈസ് വണ്ടി. അമ്മേ വണ്ടി കൺട്രോളുണ്ട്, വണ്ടി ആയതുകൊണ്ട് കാട്ടിക്കിടന്നെന്ന് പറയാൻ പാടില്ല. ഇപ്പോഴൊക്കെ ഒരു പോസ്റ്റ് കിട്ടുക. ഇവിടെ ഒരു സന്ധ്യയായി, ഇവിടെ നല്ല പോസ്റ്റ് കിട്ടുക. നമ്മുടെ നാട്ടിൽ സന്ധ്യ എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ സന്ധ്യ, എല്ലായിടത്തും സന്ധ്യ എന്നാണ് പറയുന്നത്. ഈ വെച്ചാൽ ഈവനിങ് ടൈം, അതിനെന്ത് സന്ധ്യ എന്ന് പറയുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും ആർക്കും അറിയാം. പണ്ടുള്ളവർക്ക് അറിയാം, നമ്മൾക്കറിയത്തില്ലല്ലോ. അതാണ് നമ്മൾ ന്യൂ ജെൻസ് അല്ലേ ഗൈസ്. ഇപ്പം ജയിച്ചാലാണ് ഞാൻ 2018 ജയിച്ചു. പക്ഷേ എൻ്റെ ബർത്ത്ഡേ 2 മാസമാണ്. ശരിക്കും ഒക്ടോബർ 15 എന്ന് പറയാം. കറക്റ്റ് ടേസ്റ്റ് എന്ന് പറയാമെന്നില്ല. എൻ്റെ ബർത്ത്ഡേ അന്ന് 3 ഇത് മറ്റേ പജേറാണ്, നല്ല പജേറോൻ്റെ കട്ടുണ്ട്. ഇത് പോർഷെ. ഈ റൂട്ടൊക്കെ ഈ വണ്ടി വെച്ച് റൂട്ട് കയറിപ്പോന്നാണ് സ്റ്റഫ്. കേട്ടിക്കിടക്കും എന്തുറപ്പാണ്. പക്ഷേ വണ്ടി ഓടിക്കാൻ നല്ല പവറുണ്ട് കേട്ടോ. കൈ ഹാൻഡ് കിട്ടുന്നുണ്ട്, പവർ കയ്യിലോട്ട് എർത്തടിക്കുന്നുണ്ട്. എൻ്റെ കയ്യിലോട്ട് അത് കിട്ടുന്നുണ്ട് ആ പവർ. ഈ വണ്ടി ഓടിക്കാൻ ഇതേപോലത്തെ പവർ കൂടിയ വണ്ടി ഇതിനകത്ത് ഓടിക്കണേ. ഒന്നേ സ്റ്റിയറിംഗ് വീല് വേണം, അല്ല ഇത് വേണം, മൗസ് വേണം. മൗസൊക്കെ വെച്ച് ഇതിനകത്ത് ഓടിക്കണേ കുറച്ച് ഈസിയാണ്. മൗസ് വെച്ച് ഓടിക്കാൻ അറിയാമെങ്കിൽ ഓടിക്കാം, അല്ലേ മിണ്ടണ്ട. ചെറുക അങ്ങനെ ഓടിക്കട്ടെ. അത് അവന് ഇഷ്ടപ്പെടത്തില്ല, എനിക്കും ഇഷ്ടപ്പെടും. ഇവിടെ എല്ലാം സ്ട്രെയിറ്റ് കയറ്റം അല്ല, വളവ് കയറ്റം. ഇതേപോലത്തെ വളവാണ്. ഇങ്ങനെ ഫുള്ള് മറ്റേ ബൈക്ക് റൈസിങ്ങിന് ഇങ്ങനെ തിരിച്ചടക്കാം. ഞാൻ സ്പീഡ് വിടാത്ത അതുകൊണ്ട് ഈ തേർഡ് ഇട്ടാലും നല്ല പോറാട്ടോ.
BMW M2S. ഈ വണ്ടി മാത്രം ഇപ്പം ഇത് എൻ്റെ ഉള്ള വണ്ടി 986. C1 ഉണ്ട്, C2 ഇല്ല, C3, C4, C5, C6, CS അല്ല കേട്ടോ, C1. CS ഒക്കെ ഒരു കാലത്ത് എനിക്ക് എടുക്കാമെന്ന് പറയാം. ഈ 2 കൊണ്ടിട്ട് വരുക, അതിനകത്ത് ഒരു കാര്യങ്ങൾ പറയട്ടെ, ഇത് മാത്രമേ എടുത്തുള്ളൂ. C3 ഏത് ചവറ് നോക്കിയാലും കിട്ടുക. 2 ഗോൾഡ് കിട്ടുന്ന പരിപാടി അതിനകത്ത് C3 ഏത് ചവറുമാണ് കിട്ടുന്നത് നമുക്ക്. പക്ഷേ ഒരു BMW M4 കിട്ടത്തില്ല. M2 മാച്ച കടക്കത്തില്ല. ഇതൊക്കെ മേടിക്കാൻ അടുത്ത മേടിക്കണം. ഇത് മേടിക്കാം. സാധനത്തെ ഞാൻ ഇത് എടുക്കുമെന്നുണ്ട് എൻ്റെ മനസ്സ് പറയും. എപ്പോഴും ഞാൻ പോളോനെ നോക്കുക. ശരി, ഇഷ്ടപ്പെട്ട വണ്ടി പോളോ. സീറ്റുമൊക്കെ എന്തിനും എടുത്തിട്ട് ഒരു ഗുണവും ഇല്ല. വാഴ ഇത് കുറച്ച് മോഡിഫൈഡ് പോളാണ്. 6 ലെവലാണ്. അതിന് പട്ടി എടുക്കും. അയ്യോ വാഴ ബോഡിച്ചണ്ടി അതങ്ങനെ എൻ്റെ മനസ്സ് പറയുന്നു. ഇത് കൊള്ളാല്ലേ. സ്കൈ R34. ഉള്ള കേസ് 10 ലെവൽ അന്ന് 10 ലെവലില്ലേ കേട്ടോ. ഓഞ്ഞേ കുറച്ച് കൊള്ളാം, അതൊക്കെ മേലെ കൊള്ളാം. എൻ്റെ വണ്ടീൻ്റെ ഇപ്പം ഇതാ 290 ഗോൾഡിൻ്റെ വണ്ടിയാണിത്. ആ അത്രയും ഗോൾഡ് ഉണ്ടെങ്കിൽ ഈ വണ്ടി മേടിക്കുക. ഇതിന് 280 ഗോൾഡാണ്. അയ്യോ ഈ ഒരു മസ്താങ് ഞാൻ ഇന്നും ആഗ്രഹിക്കും. വണ്ടി മൂണേ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ കൂടുതൽ കുറച്ച് ഔഡീൻ്റെ ഫാൻസ് പോകണേ. ഡോഡ്ജ് ചലഞ്ചർ ഉണ്ട്. BMW ആൾക്കാർ ഇഷ്ടപ്പെട്ട വണ്ടിയാണെങ്കിൽ അത്ര നല്ല വണ്ടികളാണെങ്കിലും ചിലവർക്കൊന്നും ഇഷ്ടപ്പെടാത്ത ഒരേ ഒരു വണ്ടി BMW ആയിരിക്കും. ചിലവർക്ക് ഓഫ് റോഡിങ് താല്പര്യമാണ്. എനിക്ക് ഓഫ് റോഡിങ് ആണ് ഇഷ്ടം. ഇതിൻ്റെ കുറച്ച് ഇതിൻ്റെ കൺവേർട്ട് മോഡൽ. പക്ഷെ എന്തിനാണ് ഈ 320 ഗോൾഡ് ആർക്ക് വേണ്ടി മേടിക്കുന്നത് എനിക്കറിയത്തില്ല. എൻ്റെ വണ്ടിക്കാർ 290 ഗോൾഡ് മതി. പിന്നെ 340 ഗോൾഡ് വേണ്ടേ ഇത് മേടിക്കും. പക്ഷെ സൂപ്പർ കേട്ടോ, സാധനം കിട്ടില്ല. കൊടുക്കുന്ന ആവശ്യമില്ല, എല്ലാവർക്കും ഫീച്ചർ കിട്ടും. ഇത് കിട്ടും. നല്ല കൂടിയ വണ്ടികളൊക്കെ ഉണ്ട്. പണ്ടത്തെ കുറച്ച് വർഷങ്ങൾ. ഇത് ഫെറാറി ആണെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഇതാണ് എൻ്റെ സ്വത്തത. ഞാൻ കുഞ്ഞുമാവയെ പോലെ ഞാൻ അതിൻ്റെ നോക്കാം. ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ട്. ഇവിടെ 2 വണ്ടി കിടപ്പ്. ഇതാണ് ഇവിടെ ഇത്. ഇനിയിവിടെ അത് അയ്യോ തൊണ്ടയടച്ച്. നല്ല നല്ല വണ്ടികളോ ഇത്രയൊക്കെ ഉള്ള വയസ്സ്. ഇനിയുള്ള ഇത് ഒരു പോർഷ 458 ഇത്രയൊന്നും അല്ല. ഇതിൻ്റെ ആർക്കാണ് 400 വോൾട്ട് അടച്ചോനറിയാം. $442 HP ആണ് അതിൻ്റെ പാവം.
452 HP. എൻ്റെ വണ്ടിയിട്ട് ഇരിക്കുന്നത് ഇത്ര HP അതൊക്കെ 442 492 മായം പൊട്ടിപ്പിക്കാം. മായം ഇതിന് 454 ഉണ്ട് കേട്ടോ. മെക്ലാരൻ പുറത്താക്കി കുറച്ച് ഇവിടെയൊക്കെ വ്യത്യാസമുണ്ട്. ടെസ്റ്റ് ഡ്രൈവ് ചെയ്താലോ? വേണ്ടേ, ഞാൻ വേറെ ഓടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ വണ്ടി സൺസെറ്റാണ് ഗീസ്. പക്ഷേ ഇല്ലല്ലേ, ഏത് വണ്ടിയാ? BMW ആണ്. സോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. നല്ല വണ്ടിയാട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓടിക്കാറുണ്ട്. ഇപ്പോൾ ഒരു വണ്ടി എടുത്ത സ്ഥിതിക്ക്, ഇപ്പോൾ ഗോൾഡിൻ്റെ ഒരു വണ്ടി എടുത്ത സ്ഥിതിക്ക് ഇപ്പോൾ ഇതൊന്നും ഓടിക്കാറില്ല. സുഖമായിട്ട് വണ്ടി ഇങ്ങനെ ഇതിലേക്കൂടെ ഇങ്ങനെ ഈ വണ്ടി ഇങ്ങനെ തേരാപ്പാര ഇങ്ങനെ ഓടിക്കാൻ എനിക്കൊക്കെ ഇഷ്ടമായി. മനസ്സിന് സന്തോഷം. അതാണ് എല്ലാവർക്കും. എൻ്റെ അമ്മ ഒന്നും കാണത്തില്ലേ, കാട്ടിൽ പോയാലും ഒന്നും അറിയത്തില്ല. എൻ്റെ ഉദ്ദേശം ഒന്നും കാണത്തില്ല. ഇപ്പം നീ കാണാം ഗൈസ്. നമ്മുടെ വണ്ടീൻ്റെ മുകളിൽ അതോ ക്യാമറ പറ്റിയത് പോലെ ഗൈസ്. മോനെ ഞാനൊരു പൊളിയാ ഗൈസ്. എൻ്റെ മോനെ അടി കൊമ്മാലെ. ഇത്രയുള്ള കുറച്ചുകൂടെ പിന്നെ കിട്ടുന്നത് നല്ല രസമുണ്ട്. ഇതൊക്കെ 23 ലെവൽ പൊടച്ചിറമ 2,40,000 രൂപ. എൻ്റെ മാക്സ് 23 ലെവലുള്ളൂ. അപ്പം 3, 2, 1. വീഡിയോ എത്രയാണ്? ഇന്നത്തെ കിളക്കച്ച് വീഡിയോയ്ക്കായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇന്നത്തെ കിളക്കച്ച് വീഡിയോയ്ക്കായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഈ ഡോഡ്ജ് ചലഞ്ചർ ഒരു പ്രാവശ്യം എൻ്റെ ജയിലാകും. കുറച്ച് ഓടിച്ചിട്ട് പോവേ സാറേ 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 സാർജ വീട്ടിൽ കല്യാണം. എന്താ സാറേ മിണ്ടാത്തെ? കുടുക്കിയിൽ എന്താ സാറേ ഉള്ളത്? എടാ കൊച്ചു കള്ള, നിനക്ക് ഇത് വേണം വേണ്ടത്. വേറെ കാര്യങ്ങളെ പറഞ്ഞോട്ടെ വിടുന്നതിന് മുമ്പേ ഇത് ഡീക്രോമി ഇവിടെ കണ്ടു തിളങ്ങുന്ന നമ്മുടെ വണ്ടി ഉണ്ടോ? നൈസ് ഗായ്സ്, സൂപ്പർ സാധനം കേട്ടോ ഗായ്സ്. ടാറ്റാ, സീ യു, പിന്നെ കാണാം കേട്ടോ. ടാറ്റ.